Hi all, welcome back to video in Environmental Engineering 2. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മൊഡ്യൂൾ 2നെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മൊഡ്യൂൾ 2ൽ എന്തൊക്കെ പഠിക്കാനുണ്ടെന്ന് നോക്കാം. മൊഡ്യൂൾ 2 നമുക്ക് മെയിൻലി 3 പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. The first portion is sewer appurtenance. The second one is sewage, sewerage and system of sewerage, and the third one is sewage characteristics. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ സെക്കൻഡ് ടോപ്പിക് ആണ് sewage, sewerage and system of sewerage. ഇത് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ സോഴ്സസ് ഓഫ് സീവേജ് പറയുമ്പോൾ കൂടെ തന്നെ വാട്ട് ആർ ദ സിസ്റ്റം ഓഫ് സീവറേജ് യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മളവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിൽ കൂടി ഒന്നും കൂടി ഒന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് പോവാം. So when we'll deal with system of sewerage, we should first know what are the types of sewage. എന്തൊക്കെ types of sewages ഉണ്ടെന്ന് അറിയണം. നമുക്ക് mainly two types of sewage is there. One is the storm water sewage and the other one is the sanitary sewage. The storm water sewage എന്ന് പറഞ്ഞാൽ surface runoff ആണ് storm water sewage. This will develop during the rainfall and immediately after the rainfall. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്നിച്ച് സീവേജിന്റെ കൂടെ തന്നെ കളക്ട് ചെയ്ത് പോവാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ഓപ്പൺ ഡ്രെയിൻസിൽ കളക്ട് ചെയ്ത് ഡയറക്ട്ലി വിത്തൗട്ട് എനി ട്രീറ്റ്മെന്റ് നമുക്ക് natural water bodies like discharge. Sanitary sewage, these are the liquid waste coming from the domestic and industrial places. ഇത് ഏറ്റവും കെയർഫുൾ ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഫൗൾ ഇൻ നേച്ചർ ആണ്, അൺഹൈജനിക് മെറ്റീരിയൽസ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തിട്ട് വേണം വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യാൻ. ഇനി എന്തൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യാറ്? സിസ്റ്റം ഓഫ് സീവറേജ് മെത്തേഡ്സ്. സോ ദീസ് ആർ ബേസിക്കലി two. One is the conservancy system and the other one is the water carriage system. അപ്പോൾ കൺസർവൻസി സിസ്റ്റം നമുക്കറിയാം, ഏറ്റവും ആദ്യ കാലത്തൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡാണ് കൺസർവൻസി സിസ്റ്റം. സോ ദിസ് ഈസ് ഓൾസോ കോൾഡ് ഡ്രൈ സിസ്റ്റം. നമ്മളിവിടെ വാട്ടർ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഇത് സ്മോൾ സിറ്റീസിലേക്കാണ് മിക്കവാറും യൂസ് ചെയ്യുന്നത്. ചെറിയ ചെറിയ വില്ലേജസിൽ, ടൗൺസിൽ, സ്മോൾ സിറ്റീസിൽ അങ്ങനത്തെ സ്ഥലത്തായിരിക്കും. ഇവിടെ ഗാർബേജ് വേറെ തന്നെ ഡസ്റ്റ്ബിനിൽ ക്യാരി ചെയ്യും, വേറെ തന്നെ അത് ഡിസ്കാർഡ് ചെയ്യും. അതേപോലെ അൺകംബസ്റ്റിബിൾ പോർഷൻസ് വേറെ തന്നെ എടുക്കും. ദെൻ ഡിക്കേയിങ് മെറ്റീരിയൽസ് വേറെ തന്നെ. ദെൻ ഹ്യൂമൻ എക്സ്ക്രീറ്റ് ഓർ നൈറ്റ് സോയിൽ ഇത് വേറെ തന്നെ നമ്മൾ കളക്ട് ചെയ്യും. സൾഡേജ് വേറെ തന്നെ ഓപ്പൺ ഡ്രെയിൻസിൽ അല്ലെങ്കിൽ ക്ലോസ് ഡ്രെയിൻസിൽ നമ്മൾ എടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് എല്ലാം സെപ്പറേറ്റ്ലി കളക്ട് ചെയ്തിട്ടാണ് ഇത് നമ്മൾ ഇതാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരുപാട് ബെനിഫിറ്റ്സും ഉണ്ട്, അഡ്വാൻറ്റേജസും ഉണ്ട്, ഒരുപാട് ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ അഡ്വാൻറ്റേജ് ഈസ് ദ ഇനീഷ്യൽ കോസ്റ്റ് ഈസ് ലോ. ദ ഇനീഷ്യൽ കോസ്റ്റ് ഈസ് ലോ. ഓക്കെ, അപ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോം വാട്ടർ നമുക്ക് ഡയറക്ട്ലി വിത്തൗട്ട് എനി ട്രീറ്റ്മെന്റ് ക്യാൻ ബി പാസ് ത്രൂ ദി നാച്ചുറൽ ബോഡി. ദ ക്വാണ്ടിറ്റി ഓഫ് സീവേജ് റീച്ചിങ് ദ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഈസ് low. അതും low ആണ്. Then sewer section is so small, so no deposit or silting will be occur. അതായത് സ്റ്റോം വാട്ടർ മാത്രം നമ്മൾ അവിടെ ക്യാരി ചെയ്യുന്നുള്ളതുകൊണ്ട് സിൽറ്റിങ്ങിന്റെ ഒരു ഇഷ്യൂ വരുന്നില്ല. ഇനി ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞാൽ പോസിബിലിറ്റി ഓഫ് സ്റ്റോം വാട്ടർ മിക്സ് വിത്ത് സീവർ, അങ്ങനെ നമുക്ക് ഒരുപാട് ലോഡ് ആ ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ വരാം. അല്ലെങ്കിൽ മോർ ലാൻഡ് ഈസ് റിക്വയർഡ് ഫോർ ഹ്യൂമൻ എക്സ്ക്രീറ്റ്, ലിക്വിഡ് റിഫ്യൂസ് അണ്ടർഗ്രൗണ്ട് വാട്ടറിലേക്ക് പോവാം. എസ്തെറ്റിക് അപ്പിയറൻസ് ഓഫ് ദ സിറ്റി വിൽ ബി ഡിഫറെന്റ്. ദെൻ ഡികമ്പോസിഷൻ ഓഫ് സീവേജ് വിൽ കോസ് ഇൻ സാനിറ്ററി കണ്ടീഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവിടെ സംഭവിക്കാം. ഓക്കെ, the second method is water carriage system. Water carriage system extracted matters are mixed up in large quantity of water and taken out from the city through properly designed sewerage system. Okay, എന്നിട്ട് proper treatment കഴിഞ്ഞ് അതിനെ എന്ത് ചെയ്യും, ഡിസ്പോസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കേസിൽ വാട്ടർ കാരേജ് സിസ്റ്റത്തിൽ എന്താ സംഭവിക്കുന്നത്? സീവേജ് സോ ഫോംഡ് ഈസ് കണ്ടെയ്നിങ് 99.9% of water and 0.1% of solid matters. Okay, അപ്പോൾ ഇവിടെ ക്യാരി ചെയ്യുന്ന എല്ലാ സോളിഡ് മാറ്റേഴ്സും this will be in suspension form and this can be easily transported. Okay, അങ്ങനെ ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ബെനിഫിറ്റ് എന്താ വെച്ചാൽ this is the hygienic method. Okay, no nuisance in the street will occur, less space is required. കാരണം നമുക്ക് sewage treatment plant ഒക്കെ കോമ്പാക്ട് ഫോമിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. സെൽഫ് ക്ലെൻസിങ് വെലോസിറ്റി വിൽ ബി അച്ചീവ്ഡ്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ലെസർ ഗ്രേഡിയന്റിൽ ലേ ഔട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഡിസൈൻ പ്രോപ്പർ ആണ്, നല്ല രീതിയിൽ ലെസ് ലാൻഡ് ഈസ് റിക്വയർഡ് ഫോർ ദി ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്. ഓക്കെ, കമ്പയർഡ് ടു ദി വാട്ടർ കൺസർവൻസി സിസ്റ്റം. ഇനി ഇതിന്റെ ഡീമെറിറ്റ്സ് നോക്കുവാണെങ്കിൽ, ഡീമെറിറ്റ്സ് ഉണ്ട്, ദിസ് ഈസ് വെരി കോസ്റ്റ്ലി. ഓക്കെ, ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ദ സിസ്റ്റം ഈസ് ഓൾസോ കോസ്റ്റ്ലി. So during monsoon, large volume of sewage is to be treated compared to the other periods. Adu oru drawback thaneyanu. So this is the basic difference between a conservancy system and water carriage system. Namukku idu melle onnu നോക്കി പോവാം, സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി പോവുക, ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക ബേസിക് ഡിഫറൻസ് എന്തൊക്കെയാണെന്ന്. ഇനി അഗെയിൻ ദിസ് വാട്ടർ കാരേജ് സിസ്റ്റം, ദിസ് ഈസ് ഡിവൈഡഡ് ഇൻടു 3 based on the suitability, like combined system, separate system and
പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം. ഇത് നമ്മൾ പ്രീവിയസ് മൊഡ്യൂളിൽ തന്നെ ഒന്ന് ഡിസ്കസ് ചെയ്ത് പോയതാണ്. അപ്പോൾ കമ്പൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാം കൂടി ഒന്നിച്ച് ഒറ്റ സീവറിലേക്ക് കൊണ്ടുവന്നത് അല്ലേ. അപ്പോൾ അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഡ്രോബാക്സ് എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അതിനുശേഷം നമ്മൾ എന്ത് കണ്ടു, സെപ്പറേറ്റ് സിസ്റ്റം, രണ്ടും സെപ്പറേറ്റ് ആയിട്ട് വെൽ ഡെവലപ്ഡ് സിറ്റിയിലൊക്കെ ആണെങ്കിൽ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കളക്ട് ചെയ്യുന്നത് എങ്ങനെ കണ്ടു, അതിന്റെയും ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു, അതേപോലെ അതിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. ഓക്കെ, ഇനി ഇതെല്ലാം നമുക്ക് പാർഷ്യലി സെപ്പറേറ്റ് വെൽ ഡെവലപ്ഡ് മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെയാണ് പാർഷ്യലി സെപ്പറേറ്റ് സിസ്റ്റം യൂസ് ചെയ്യാമെന്ന് നമ്മൾ കണ്ടു. അതിന്റെയും മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടു. കാരണം റീസണബിൾ സൈസ് ഓഫ് സീവർ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ നമുക്ക് പ്രോപ്പർ ആയിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. മൺസൂൺ സീസണിൽ ഓവർലോഡ് വരില്ല ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക്. പക്ഷെ അതിന്റെ ഡീമെറിറ്റ്സും നമ്മൾ കണ്ടു. ഓക്കെ, നമുക്ക് എന്താ സെൽഫ് ക്ലീനിങ് വെലോസിറ്റി ചിലപ്പം ഡെവലപ്പ് ആവണമെന്നില്ല, കാരണം ഒരു മീഡിയം സീവേഴ്സ് ആണ്. അപ്പോൾ ഡ്രൈ ഫ്ലോ സമയത്ത് സെൽഫ് ക്ലീൻസിങ് വെലോസിറ്റി ഉണ്ടാവണമെന്നില്ല. ദെൻ കോസ്റ്റ് ഓഫ് പമ്പിങ് ചില സമയത്ത് നമുക്ക് കൂടുതലായിരിക്കും. ഇനി ചില കേസിൽ നമ്മൾ പ്രോപ്പർലി കൺട്രോൾഡ് അല്ല, നമ്മൾ പ്രോപ്പർ കെയർ എടുത്തിട്ടില്ല, ദർ ആർ ചാൻസസ് ടു ഓവർഫ്ലോ. അല്ലാത്ത രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ചില സമയത്ത് ഔട്ട് ഓഫ് കൺട്രോളിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ ദ മെറ്റീരിയൽ പ്രൊവൈഡഡ്, എന്നിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക.